എപ്പോഴും ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കര അയ്യോ മോള് ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിനും അമിതമായിട്ട് ഒന്നിനും പോകത്തില്ല. മിണ്ടാതെ വീട്ടിൽ ഇരുന്ന ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ശത്രു കാണില്ല. പ്രിൻസി ഇതിൽ വരുന്നതിന് മുമ്പ് പ്രിൻസിക്ക് വളരെ കുറച്ച് ശത്രുക്കൾ ഉണ്ടാകും. സ്ത്രീ വരുന്നതിന് ഇന്ന് ഇഷ്ടംപോലെ ശത്രുക്കൾ കാണും. ആ ചിരിക്കത്തെല്ലാം ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളു പ്രശ്നം. അതുവരെ പ്രിൻസിയുടെ നടത്തം ഓക്കെ ആയിരുന്നു, ചിരി ഓക്കെ ആയിരുന്നു, സംസാരം ഓക്കെ ആയിരുന്നു, ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആയിരുന്നു. കണ്ട തീറ്റയുടെ ഫോട്ടോ കണ്ടില്ല എന്ന്. അവസരം കിട്ടിയ കൊല്ലത്ത് വീണ്ടും മത്സരിക്കും. എന്നെ കൊല്ലത്തുണ്ട് പുല്ലൂരോട് നിർത്തിയിട്ട് ഓടിക്കളഞ്ഞ് എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. മനസ്സിലായി? നിങ്ങൾ ഗൂഗിളൊക്കെ ഉണ്ടായിരിക്കും, അത് വെച്ച് തപ്പിപ്പിടിക്കും. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല. ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കടെ ഒരു തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ. പറഞ്ഞ ഇത് ഞങ്ങളും കേട്ടത്. അപ്പം എൻ്റെ മക്കള് ആമ്പിള്ളേരുടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. കാരണം കുറെ ട്രോൾ കിട്ടിയില്ലേ? ദിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെയാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നിരന്തരം തോൽക്കുന്ന ആളായിരുന്നു. ഓസി ഞാനും ചാറ പറ പൊട്ടിക്കൊണ്ടിരുന്നതാണ് എൻ്റെ കാലത്തും അവളുടെ കാലത്തും. ഓസിനെ എപ്പോഴും ഓസിന്റെ സ്കൂളിൽ നിന്ന് വിളിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയും, മാർക്ക് അവള് കോപ്പി അടിച്ചതല്ല, ഞാൻ വരാം. ഇന്ന് വരെ അവളെ കോപ്പി അടിച്ച് പിടിച്ചിട്ടില്ല. പക്ഷെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ പോലെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഒരാളുടെ പോലെ എഴുതി. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുമ്പിൽ ഇരുന്ന കുട്ടി തിരിഞ്ഞു നോക്കി എഴുതാമല്ലോ, എൻ്റെ മോളെ നോക്കി കോപ്പി അടിക്കാമല്ലോ. നമുക്ക് പിടിക്കാനാണ് അന്നേരം പിടിച്ചോ, പിന്നെ എന്നെ വിളിക്കരുത്, പിന്നെ വിളിക്കരുത്.